ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും തേനിലും മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്നവർക്ക്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കണം എന്ന ലക്ഷ്യത്തിൽ ജീവിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ചിന്തകളാണ് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഠിനവാക്ക് എന്ന് ഒരുപക്ഷെ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ആത്മീക പക്വതയിലേക്ക് നമ്മെ നയിക്കുവാൻ കേൾക്കുന്ന വചനങ്ങൾക്ക് തീർച്ചയായും കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വചനം പഠിക്കുന്ന ഏതൊരു വചനപഠിതാവിനും തിരുവെഴുത്തിൽ രണ്ട് തരത്തിലുള്ള വിശ്വാസികളെ കാണുവാൻ സാധിക്കും. ഒന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നവർ. രണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും അപ്പുറം ദൈവത്തെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിക്കണം എന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്നവർ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ വിൽക്കുന്ന ഒരു പുസ്തകശാല സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ട പുസ്തകങ്ങളിൽ ഏറെക്കുറെ എല്ലാ പുസ്തകങ്ങളും എങ്ങനെ രോഗശാന്തി പ്രാപിക്കാം, എങ്ങനെ ഭൗതികമായി ഉയരാം, ദശാംശം കൊടുത്തുകൊണ്ട് എങ്ങനെ സമ്പന്നനാകാം, ഇങ്ങനെ മനുഷ്യന് ഈ ഭൂമിയിൽ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അങ്ങനെയുള്ള ചിന്തകളിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ വലിച്ചടുപ്പിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ ക്രൈസ്തവ പ്രസിദ്ധീകരണ വിൽപ്പനശാലയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ വളരെ കുറച്ച് മാത്രമാണ് ക്രൂശിൻ്റെ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് എന്താണോ ആഗ്രഹം എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആളുകൾ ആഗ്രഹിക്കുന്നതാണ് അവർ വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ആളുകൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെയുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ശേഖരിച്ച് അത് വിൽക്കുന്നത് അവരുടെ വിപണന തന്ത്രമാണ്. മനുഷ്യനെപ്പോഴും ആഗ്രഹിക്കുന്നത് അവർക്ക് ലഭിക്കുക, അതിനുള്ള സംവിധാനങ്ങളാണ് ലോകത്തിൽ നിലവിലുള്ളത്. നാം നമ്മുടെ TV ചാനലുകളിൽ ക്രിസ്തീയ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതലും പതിയുന്ന ശബ്ദങ്ങൾ മുഴുവൻ നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് കാണുകയല്ല, ഈ ലോകത്തിൽ എങ്ങനെ നമുക്കുയരുവാൻ കഴിയും അതിനുള്ള കുറച്ച് ചിന്തകൾ പകർന്നു തരുന്നവരെയുമാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നടുവിൽ യഥാർത്ഥ വചനം പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരെ ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇത് രണ്ടും ബാലൻസ് ചെയ്തു പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ ശരീരത്തിന് സൗഖ്യം ആവശ്യമാണ്, ഭൗതികമായ കാര്യങ്ങൾ നടക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതുമാത്രമല്ല, അതിനുവേണ്ടി മാത്രമുള്ളതല്ല ആത്മീയ ജീവിതം എന്ന തിരിച്ചറിവിലേക്ക് വരാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ആ തിരിച്ചറിവ് വചനം പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ജനങ്ങളിലേക്ക് എത്തിക്കണം. ജനങ്ങൾക്കിഷ്ടം എപ്പോഴും ഭൗതികമായ മെറ്റീരിയൽ ബ്ലെസ്സിങ്സാണ്. എന്നാൽ അതിനപ്പുറം ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും ക്രിസ്തുവിനെ നേടുന്നതിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതിനെക്കുറിച്ചുമൊക്കെ വേണം അവരെ പഠിപ്പിച്ച് പക്വതയിലേക്ക് നയിക്കുവാൻ. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് എല്ലാവർക്കും ദൈവം ഒരുപക്ഷെ കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രസാദം ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ 5-ാമത്തെ വാക്യത്തിൽ അവസാനിപ്പിക്കുന്നത്, എങ്കിലും അവരിൽ മിക്ക പേരിലും
ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. 9-ാം അധ്യായം സ്വയത്യാഗത്തിൻ്റെയും ശിക്ഷണത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. സ്വന്തം അനുഭവങ്ങളിലൂടെ താൻ അത് അവതരിപ്പിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്നൊക്കെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കിയ അനുഭവങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം യഥാർത്ഥ ദൈവ പൈതൽ സ്വയത്തെ ത്യജിക്കുന്നവനും ഇന്ദ്രിയജയം പ്രാപിക്കുന്നവനും ഓരോ ദിവസവും മരിക്കുന്നവനും ആയിരിക്കണം എന്ന് പൗലോസ് ഓർപ്പിച്ചു. എന്നിട്ടൊരു മുന്നറിയിപ്പ് എന്നവണ്ണം ആണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചതായ സ്വയശിക്ഷണത്തിന് വിധേയമാകാതെ ജീവിച്ചതിൻ്റെ ഫലമായി അവരനുഭവിച്ചതായ, അവർക്ക് നേരിട്ടതായ ദൈവിക ശിക്ഷാവിധി ഓർപ്പിക്കുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ 10-ാം അധ്യായം ഉപയോഗിക്കുകയാണ്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതിൻ്റെ കാരണം അവർ സ്വയശിക്ഷണത്തിന് വിധേയപ്പെട്ടില്ല. അവർക്ക് ആത്മനിയന്ത്രണമില്ലായിരുന്നു. അവർ ദേഹിക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ്. അവർ അവരുടെ ജീവിതത്തിൽ അച്ചടക്കമില്ലാത്ത ഒരു ജീവിതം നയിച്ചവരാണ്. ഇത് നമ്മെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഭൗതിക അനുഗ്രഹങ്ങൾ അതിനേക്കാൾ ഉപരി നാം നമ്മുടെ ആത്മാവിൻ്റെ നിലയും അവസ്ഥയുമാണ് മനസ്സിലാക്കേണ്ടത്. നിത്യതയ്ക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടുള്ളത് അത് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ നമ്മെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായ സ്തോത്രം. ദൈവവചനം കൂടുതൽ ഗ്രഹിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെ